ആ സൂര്യൻ കെട്ടുപോയിരിക്കുന്നു എന്ന് നിങ്ങളുടെ ഒരു MLA-ക്ക് വരെ തോന്നുകയാണ്. PV അൻവർ പ്രകടിപ്പിക്കുന്നത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന CPM കേഡർമാരുടെയും അനുഭാവികളുടെയും അഭിപ്രായമാണോ? ഒരിക്കലും അല്ലല്ലോ. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സമ്മേളനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണല്ലോ. സ്വതന്ത്രമായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ ഉൾപാർട്ടി ചർച്ചകൾ നടക്കുന്നതിലൊന്നും അവർക്ക് പങ്കുചേരാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിലോ ഏതെങ്കിലും ഒരു പാർട്ടി സഖാവിനോ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉയർന്നു വരില്ല. കാരണം അവർ ഈ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരും പാർട്ടിയിൽ അഭിപ്രായം പറയുന്നവരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരും സ്വയം വിമർശനപരമായി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരും എല്ലാമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിലൊന്നും ഇത്തരം ഉയർന്നു വരില്ല, ഒരു കാര്യവും ഉയർന്നു വരില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. ഞങ്ങളെല്ലാം സമ്മേളനത്തിൻ്റെ മുഖത്തു നിന്നാണ് ഈ ചർച്ചയിലേക്ക് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയും, അത് സ്വാഭാവികമാണ്. വൈകാരികമായ ഒരു സമസ്യയായി രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണാൻ വേണ്ടി കഴിയില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ആശയതലത്തിൽ നിന്നുകൊണ്ടാണ്. ആ ആശയതലത്തിൻ്റെ ദൃഢതയിൽ നിന്നുകൊണ്ടാണ് ഓരോ പാർട്ടി പ്രവർത്തകനും മുന്നോട്ട് പോകുന്നത്. താൽക്കാലികമായി ആളുകളുടെ മുന്നിലേക്ക് ചില ആവേശം ഉണ്ടാക്കാനൊക്കെയുള്ള ചില പ്രസ്താവനകളും മറ്റു കാര്യങ്ങളുമൊക്കെ പറയാൻ വേണ്ടി കഴിയും എന്നതിനപ്പുറത്തേക്ക് അതിൽ കാര്യങ്ങളൊന്നും ഉണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളുടെ പാർട്ടി എപ്പോഴും അതിന്റെ സംഘടനാ തത്വങ്ങൾക്കകത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യം അനിതര സാധാരണമാണെന്ന് സമ്മതിക്കുമോ? 1957 EMS മുതൽ ഇങ്ങോട്ട് പിണറായി വിജയൻ വരെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ ആരും സ്വന്തം നിയമസഭാ കക്ഷിക്കകത്ത് നിന്ന്, സ്വന്തം നിയമസഭാ കക്ഷിയുടെ ഒരു അംഗത്തിൽ നിന്ന് ഇത്ര രൂക്ഷമായി വിമർശനം കേട്ടിട്ടില്ല. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് പോലും കേൾക്കാത്തത്രയും അതിനിശ്ചിതമായ വിമർശനം സ്വന്തം പക്ഷത്തെ MLA-യിൽ നിന്ന് നേരിട്ടിരിക്കുന്നു എന്ന സാഹചര്യം അനിതര സാധാരണമാണ്. അത് താങ്കൾ സമ്മതിക്കുമോ? ഒരു കാര്യം, അതിലൊരു ആശങ്കയും വെക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ CPIM നിരവധിയായ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇതിലും ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം പാർട്ടിയുടെ നിലപാടും പാർട്ടിയുടെ ബഹുജനങ്ങളോടുള്ള സമീപനവും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നറിയാം. അതിനിടയിൽ ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഉൾപാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത ഒരാൾക്ക് അവർ പറയുന്ന അഭിപ്രായങ്ങൾ ക്ലാരിറ്റി ഇല്ലാതായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അവർക്ക് ഈ പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകളും അതുപോലെ തന്നെ പാർട്ടി എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നതെന്നും ശരിയായ നിലപാട് സ്വീകരിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഒരു ധാരണയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള കുറച്ച് പുറത്തുള്ള കാര്യങ്ങളും കണ്ട് അതിൽ ആവേശം കൊണ്ട് നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയില്ല. അത് പല രീതിയിലും പല ആളുകളും പ്രതികരിക്കുന്നൊക്കെ ഉണ്ടാകും. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംഘടനയാണ് പ്രധാനം. ആ സംഘടനയ്ക്കകത്ത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ഏറ്റവും ജനാധിപത്യപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPIM. അതിൻ്റെ പ്രവർത്തകർക്കോ പാർട്ടി അംഗങ്ങളായി പ്രവർത്തിക്കുന്നവർക്കോ അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം കാര്യങ്ങളെയെല്ലാം അവരെല്ലാം ഒരു ചെറുചിരിയോടെ കൂടി തന്നെ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, ഓക്കെ. അപ്പോൾ പൊതുസമൂഹമോ എന്ന ചോദ്യം ബാക്കിയുണ്ട്, ഞാൻ അതിലേക്ക് വരാം.